ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാ പോരല്ലോ. ഹലോ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ? എന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന്? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ. കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ശരി ശരി ശരി. കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചോ. ഓ ശരി ശരി. പിന്നെ എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തെങ്കിലും താലപ്പൊലിയും ചെണ്ടമേളോ ശിങ്കാരിമേളോ ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വാടോ. ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനെ. മോഷണം പിടിച്ചുപറി വാണിഭം, ഇത് മാത്രമുള്ളോ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ? അയ്യോ, നമസ്കാരം സാറുമാരെ. നമസ്കാരം. 3 പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസപ്പേ, അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട സാർ ലേശം ഒന്ന് ഇറങ്ങിപ്പോ അവൻ കീറുന്ന കയറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ. ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന്. 3ാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും. അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്കെ മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ വെട്ടും. പറയടാ, ബാങ്കിലെ പൈസ എപ്പ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്റെ നാവിറക്കിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. പോ, സ്ഥലം വിട്. അപ്പോൾ സാറ്റർഡേ നമ്മൾ വീണ്ടും കാണുന്നു, ടേംസ് ഉറപ്പിക്കുന്നു. വേണി അന്ന് തന്നെ എഗ്രിമെന്റ് വെക്കാം. എന്താ സജ? പിന്നെന്താ, അഡ്വക്കേറ്റിനോട് ഡ്രാഫ്റ്റ് റെഡിയാക്കാൻ പറഞ്ഞോളൂ. സാജൻ ഇവിടെ? ഞാൻ കണ്ടില്ല. അത് സാരമില്ല, പറഞ്ഞാ മതി. എന്നാ ശരി, എല്ലാം പറഞ്ഞോല്ലേ. അവനിത് എവിടെ മാഞ്ഞതാ? എന്തായാലും പുറത്തോട്ട് പോയിട്ടില്ല. അങ്കിൾ ലോട്ടറി അടിച്ചത് കൂട്ടിയാ മതി. എന്തു പറ്റിയടാ? എടാ, ഒരു സ്കോർപിയോ നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നോ? വന്നു. അതിനെന്താ പ്രശ്നം? അതിന്റെ നമ്പർ KL018999 അല്ലേ? അതെ. എടാ, അത് ആ വണ്ടിയാടാ അന്നത്തെ. എന്നിട്ട് അവന്മാരവിടെ ആ 3 സംഘം. അവരെയൊന്നും ഞാൻ കണ്ടില്ല. അത് ഓടിച്ചോണ്ട് വന്നു എന്റെ അച്ഛനാ. അച്ഛനോ? ആ വണ്ടി ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ വന്നു? 2009 മോഡൽ, വെറും 60,000 കിലോമീറ്റർ ഓടി, സൂപ്പർ നമ്പർ, റെഡ് കളർ സ്കോർപിയോ. എന്ത് കൊടുക്കണം? ഒരു 6 ലക്ഷം. ഓക്കെ, 5.5 വേണ്ട, 5. ഒരു 4 ലക്ഷം പറ, അതിന് കിട്ടുമോ? വേണ്ട, 3.5, 3.4. അയ്യ, ചുമ്മാ കിട്ടി. ഒന്ന് പോയിടാ. എടാ, വെറും 2.5 ലക്ഷം രൂപ റെഡി ക്യാഷ്. അങ്കിളെ കൂടെ കൈ. അങ്കിളുടെ കഴിവ് അപാരം തന്നെ. ഞാനതൊന്ന് എടുത്തു നോക്കി. പക്ക കണ്ടീഷൻ, വെൽ മെയിൻറ്റൈൻഡ് കാർ. അവന്മാർക്ക് അബദ്ധം പറ്റിയതായിരിക്കും അല്ലെങ്കില്, അതോ കാശിന് അത്യാവശ്യപ്പെട്ടു നിന്നോ? ഏതായാലും അങ്കിൾ ഇതുവരെ വാങ്ങിയതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് തന്നെയായിരിക്കും. പിന്നെ സൂപ്പർ നമ്പറാ. ആ നമ്പറിന് കൊടുക്കണം കാശ്. വെൽ ഡൺ അങ്കിൾ. താങ്ക് യു മോളെ. നീങ്ങുവാ. എന്താ? അച്ഛനൊന്ന് വന്നേ, ഞാനൊന്ന് വാരി പുണരട്ടെ. സൂപ്പർ കാറാ. ഈ വിലക്ക് ഇത് 1-ാം തരം തന്നെ. അസല് നമ്പറും. അങ്കിൾ എവിടെ? ഒരു കൺഗ്രാചുലേഷൻ പറയണം. അടിപൊളി. 4 പുത്തൻ ടയറാ. ഞാനൊന്ന് അനക്കി നോക്കി, സസ്പെൻഷൻ വളരെ ക്ലിയറാ. വാസുട്ടിയുടെ കണ്ണു പിഴക്കില്ല. പക്ഷേ എന്റെ മകൻ പിഴച്ചു പോയി. ലോകത്തിന്ന് വരെ ഒരു മകനും അച്ഛന്റെ മുഖത്ത് നോക്കി വിളിക്കാത്ത പുളിച്ച തെറിയാ ഇന്ന് എന്റെ മുഖത്ത് നോക്കാതെ വിളിച്ചത്. അറിയാവോ? പലതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷിലായിരുന്നു. എന്നാലും അവന്റെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി തെറിയാണെന്ന്. എല്ലാവർക്കും ബോധിച്ച വണ്ടി, അവന് മാത്രം ബോധിച്ചില്ല.
എന്നെ ഈ ആപ്പീസിൽ നിന്ന് പുറത്താക്കിയാലും ശരി ഞാൻ ഈ വണ്ടി ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് വാശിയാ. മാറണ്ടേ കൂടെ. ഓ ഒന്ന് ഇരിക്കുക. വലിയ കുതിരയാണെന്നാ ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് അതൊരു ഓടിച്ചത്. പ്രശ്നമായി. മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസപ്പേ ആ എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. താനത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ. ആ കിടക്കുന്ന ഷൂ അല്ലേ? ഇടോ പരട്ട ജോസപ്പേ, അതല്ല. പിന്നെ? ഈ ടാക്സി ഇതുപോലെ ഒരെണ്ണം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പും മഞ്ഞയല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തല്ല, മനുഷ്യന് മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിര്? ഇടോ കോപ്പെ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെ? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാൽ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെയും കുഴപ്പങ്ങളുണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്കും. ജോസഫേ, എന്തോ? സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറും. അതറിയാം. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ. Come on. എന്നെ ചതച്ച്. ഇടോ, അകത്തോട്ട് come on. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഒരുപക്ഷെ അച്ഛൻ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. Come on. മൂക്കിന്റെ പാലം തല്ലി കൊടുത്തിട്ട് കമോൺ. സാജ, എന്തോ? എന്തോ ടീ? ഒലക്കട മൂട്. എന്താടാ? എല്ലാം അപ്പൊ തൊലയും. ജാനകി, ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്കാ? നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടാണ്.